നമസ്കാരം. ഇന്ന് നമുക്ക് ഗുരുദശ അപഹാരം ഈ കാലഘട്ടങ്ങളിൽ ലളിതമായി എന്തൊക്കെ ദോഷപരിഹാരങ്ങൾ ചെയ്യാം എന്നത് നമുക്ക് നോക്കാം. ഈ ഗുരു ശബ്ദം വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ ഗുരുവിനെയും ഗുരു എന്ന് വിളിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഗുരു വേറൊന്നാണ് അർത്ഥമാക്കുന്നത്. ഗ്രഹം എന്ന നിലയ്ക്ക് അതിനെയും ഗുരു എന്ന് വിളിച്ചു, വ്യാഴം. പിന്നെ ഗ്രഹദേവത ബൃഹസ്പതിയാണ്, അധിദേവത ബ്രഹ്മാവാണ്, പ്രത്യധിദേവത ഇന്ദ്രനാണ്. അപ്പോൾ നമുക്ക് 4 കാര്യങ്ങളുണ്ട്. ഏത് ഗ്രഹം എടുത്താലും ഗ്രഹം, ഗ്രഹദേവത, അധിദേവത, പ്രത്യധിദേവത. ഈ ഗുരു നമുക്ക് ജ്യോതിഷത്തിൽ മാത്രം ഒതുങ്ങി നിന്ന് നമുക്ക് ചിന്തിക്കാം. വ്യാഴദശയിൽ അപഹാര കാലഘട്ടങ്ങളിൽ ആദ്യമേ തന്നെ 2 വരി ശ്ലോകം. ദേവാനാം ച ഋഷീണാം ച ഗുരും കാഞ്ചനസന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്നുള്ള 2 വരി ശ്ലോകം. വളരെ ലളിതമാണ്, ഏവർക്കും ശീലിക്കാം. ഈ ശ്ലോകം ജപിക്കുമ്പോൾ ഇനി ഉപദേശം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ കേൾക്കുന്നു, അതിനെ റിപ്പീറ്റ് ചെയ്യുന്നു. ശ്ലോകരൂപേണ ഉള്ളതെല്ലാം തന്നെ എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ മൂലമന്ത്രമൊക്കെ നാം ഇന്ന് പഠിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഉപദേശം തരാനായിട്ട് ആളില്ല. പണ്ട് കാലങ്ങളിൽ ഒരു ഗുരുവിന് 500 ശിഷ്യന്മാർ എന്ന കണക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 500 ഗുരുക്കന്മാർക്ക് ഒരു ശിഷ്യനാണ്. ബാക്കി പറയേണ്ടതില്ലല്ലോ. ശ്ലോകരൂപേണ ഉള്ളതെല്ലാം തന്നെ ജപിക്കുക എന്നുള്ളൊരു അഭിപ്രായമാണ് ഇവിടെ ബൃഹസ്പതിയാണ് ദേവത എന്ന് പറഞ്ഞു, ഗ്രഹദേവത. അധിദേവത എന്നുള്ളത് ബ്രഹ്മാവാണ്. അപ്പം നാം വളരെ കുറച്ച് മാത്രം ചിന്തിച്ചു പോരുന്ന, ഇല്ലെങ്കിൽ കാരണം ബ്രഹ്മദേവന് ഇവിടെ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, കേരളത്തിൽ ക്ഷേത്രങ്ങളില്ലെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞു. കാരണം എന്ത് വിശേഷം വന്നാലും ആഘോഷം വന്നാലും അപ്പോൾ തന്നെ മനസ്സ് ചലിക്കുന്നത് അടുത്തുള്ള ക്ഷേത്രത്തിലേക്കാണ്. ശ്രീകൃഷ്ണ ജയന്തിക്ക് എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ, ഇല്ലെങ്കിൽ കൃഷ്ണൻ്റെ അവിടെ പാൽപ്പായസത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഒറ്റ വാക്കോടുകൂടി ശ്രീകൃഷ്ണ ജയന്തി എന്നുള്ളത് തീർന്നു. മകരസംക്രാന്തിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പറയും ശബരിമലയിൽ മരവിളക്ക്. മലയാളി അവസ്ഥ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ്, ബ്രഹ്മജ്ഞാനം പ്രഥമം പുരസ്താത് എന്നിങ്ങനെ വേദമന്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മാവിന് തീർച്ചയായിട്ടും ശ്ലോകങ്ങളൊക്കെ ഉണ്ട്. ഈ ശ്ലോകങ്ങളൊക്കെ ഗൂഗിളിൽ നിന്ന് എടുക്കാം നമുക്ക്. അത് ജപിച്ചു പോരുക എന്നുള്ള വസ്തുത. കേരളത്തിൽ മറ്റൊരു ഭാഗത്ത് ജീവോ വിഷ്ണുവോ എന്ന് പറഞ്ഞ് വ്യാഴത്തെക്കൊണ്ട് മഹാവിഷ്ണുവിനെ ചിന്തിച്ച് വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരു ആചാര പരമ്പര പദ്ധതി തന്നെയുണ്ട്, സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം എന്ന് പറയുമ്പോൾ ശ്രുതിക്കും സ്മൃതിക്കും വിരോധം ഭവിക്കാത്തതെല്ലാം തന്നെ സമ്പ്രദായമാണെന്നും അത് സദാചാരമാണെന്നും ഉള്ളതിനാൽ തീർച്ചയായിട്ടും അത് സ്വീകാര്യം തന്നെയാണ്. ഇതിനാൽ വിഷ്ണു സഹസ്രനാമം ഏകാദശി വ്രതം, മുമ്പ് പറഞ്ഞതുപോലെ വിഷ്ണു സഹസ്രനാമം ഏകാദശി വ്രതം തീർച്ചയായിട്ടും അനുഷ്ഠിക്കാവുന്നതാണ്. മഹാവിഷ്ണു പ്രീതിക്കായിക്കൊണ്ട് വ്യാഴാഴ്ച തോറും, നമുക്ക് ഏവർക്കും അറിയാം, ഏത് മഹാക്ഷേത്രങ്ങളിൽ പോയാലും വ്യാഴാഴ്ച ഭയങ്കര തിരക്കാണ്. മഹാക്ഷേത്രം എന്ന് ഉദ്ദേശിച്ചത് വിഷ്ണുവിൻ്റെ മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ, പത്മനാഭൻ്റെ അവിടെ, ഗുരുവായൂർ, എവിടെയായാലും നല്ല തിരക്കാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ഭജനം എന്ന് പറയുമ്പോൾ തന്നെ ഭജ സേവായാം എന്ന് ഭക്തിക്ക് പറയുന്നുണ്ട്. ഭക്തി എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് തന്നെ ഭജ സേവായാം. അതിനെ ഇംഗ്ലീഷ് വൽക്കരിക്കുമ്പോൾ അത് ഡിവോഷൻ അല്ല, ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് ചിന്തിച്ച് നോക്കിയാൽ കുറച്ചുകൂടി നമുക്ക് മനസ്സിലാവും. ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. തിരിച്ച് കാര്യങ്ങളിലേക്ക് വരാം. നല്ല ഭക്തിയോടുകൂടി വിഷ്ണു സഹസ്രനാമം ഒരാവർത്തി ജപിക്കുക, ഇതൊരു ശീലമാക്കുക. ഇതെല്ലാ സ്ഥലത്തും പറഞ്ഞു വരുന്നു. കാരണം ഇതൊരു ആദ്യ പടിയാണ്. അതായത് സന്ധ്യാവന്ദനാദികൾക്ക് ശേഷം ആദ്യം എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൽ ശാസ്ത്രത്തിൽ പറയുന്നു, ഉത്തരം ഒന്ന് തന്നെയാണ്, വിഷ്ണു സഹസ്രനാമം ജപിക്കുക എന്നുള്ളത്. വളരെ ലളിതമായ കാര്യമാണ്, 1 രൂപ ചെലവില്ല. ഏകാദശി വ്രതമിരുന്ന് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. വ്യാഴാഴ്ച തോറും മഹാവിഷ്ണുവിന് തുളസി കൊണ്ട് അർച്ചിക്കുക, ചെറിയ കാര്യമാണ്. പിന്നെ നമ്മൾ ചെയ്തു വരുന്നത് ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ധന്വന്തരിയെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലത് തന്നെയാണ്, ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. വ്യാഴാഴ്ച തോറും
ആ ഗ്രഹത്തിന് പറഞ്ഞിട്ടുള്ള ധാന്യം കടലയാണ്, കറുത്ത കടലയാണ്. ആ കടല വാങ്ങി ആർക്കെങ്കിലും ദാനം നൽകുക. മാസത്തിൽ ഒരിക്കലെങ്കിലും തൻ്റെ ജന്മനക്ഷത്രം തോറും, വ്യാഴാഴ്ച തന്നെ വേണമെന്നില്ല, തൻ്റെ ജന്മനക്ഷത്ര ദിവസം ദാനം നൽകിയാൽ വളരെ പുണ്യമാകുന്നു. നക്ഷത്രം കൃതപാപ സഞ്ചയഹരം നക്ഷത്രം ഹരതേ പാപം. അവരവരുടെ ജന്മനക്ഷത്രം തോറും ഈ ദശയിലൂടെ കടന്നു പോകുന്നവർ കടല വാങ്ങി ദാനം നൽകുക എന്നുള്ള ഒരു വിഷയം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കട്ടെ. നമസ്കാരം.